CBSE അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷകൾക്ക് തുടക്കമായി ശിരോവസ്ത്രം മാറ്റാതെ പരീക്ഷ എഴുതാൻ കന്യാസ്ത്രീയെ അനുവദിച്ചില്ല എന്ന പരാതി ഉയരുന്നു. സിസ്റ്റർ സേബയ്ക്കാണ് ഇത്തരമൊരു അനുഭവം ഉണ്ടായത്. സിസ്റ്റർ സേബ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. സിസ്റ്റർ സേബ, എന്താണ് സംഭവിച്ചത്? ഇന്ന് രാവിലെ ഞാൻ 8:30 ഇവിടെ പരീക്ഷ എഴുതാൻ വേണ്ടി ജാഡ് എന്തായാലും അകത്തോട്ട് കയറ്റി വിട്ട് ക്യൂയിൽ നിന്നപ്പോഴത്തേന് നമ്മുടെ പിള്ളേരുടെ ലൈൻ നിന്നപ്പോൾ നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ എന്നോട് വന്ന് പറഞ്ഞു, സിസ്റ്ററെ നമുക്കറിയാം ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്, നമുക്ക് ഡ്രസ് കോഡ് ഉണ്ട്, അന്നേരം സഭയ്ക്ക് ഔദ്യോഗികമായിട്ടുള്ള ഡ്രസ്സാണിത്, പക്ഷെ നമുക്ക് CBSE അനുവദിച്ചു കഴിഞ്ഞാൽ ഈ നമുക്ക് എന്തായാലും വെയിലും ഈ കുരിശും മാറ്റിയിട്ട് പരീക്ഷ എഴുതിയിട്ട് മാത്രമേ ഇത് ഇടാൻ പറ്റുള്ളൂ, അതിനോട് സിസ്റ്റർ സഹകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ പിന്നെ ഈ ചെക്കിങ് എന്തായാലും നമ്മുടെ കയ്യിൽ പേപ്പേഴ്സോ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി അല്ലേ ചെക്കിങ് നടത്തുന്നത്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തായാലും വെയിലിട്ടിട്ട് പരീക്ഷ എഴുതാമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് അങ്ങനെയല്ല, എന്തായാലും വെയിൽ മാറ്റിയിട്ട് മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞു, എന്നാൽ പിന്നെ എനിക്കൊരു സെപ്പറേറ്റ് റൂമായിട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ വെയിൽ മാറ്റിയിട്ട് കുരിശും മാറ്റിയിട്ട് ഞാൻ പരീക്ഷ എഴുതിക്കോളാന്ന് പറഞ്ഞു. അന്നേരം എന്ത് ചെയ്താലും അവർ അങ്ങനെ ഒരു പ്രൊവിഷൻ തരുന്നില്ല. അവർ പറഞ്ഞേക്കുന്നത് നമ്മൾ എന്തായാലും വെയിലും കുരിശും മാറ്റിയിട്ട് മാത്രമേ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. ഒടുവിൽ എന്ത് തീരുമാനിച്ചു? പരീക്ഷ എഴുതുന്നില്ല എന്ന് സിസ്റ്റർ സ്വയം തീരുമാനിക്കുകയായിരുന്നു? അതെ, കാരണം ഇത് സഭയുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള വസ്ത്രമാണ്. എപ്പം വേണമെങ്കിലും നമുക്ക് ഊരി വെച്ചിട്ട് എന്തെങ്കിലും കാണിക്കാന്നുള്ള ഒരു കാര്യമല്ല. ഇതിൻ്റെതായിട്ടുള്ള വിശുദ്ധിയുണ്ട്, ഇതിൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സഭയുടെ ഒരു സ്റ്റാൻഡ്, ഈ യൂണിഫോം, ഈ വസ്ത്രത്തിന്റെ ഡിഗ്നിറ്റി നമ്മൾ കുറയ്ക്കുകയാണ്.